കൃഷ്ണകുമാറാണ്. അപ്പോൾ എല്ലാവർക്കും കൃഷ്ണ ടോക്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ യാത്ര ആരംഭിക്കാൻ പോവാണ്. നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത്. ഇന്നത്തെ യാത്രയിൽ എന്നോടൊപ്പം റാഫിയുണ്ട്, അമീനുണ്ട്, കാർത്തിക്കുണ്ട്. എല്ലാവരും കാണിച്ചേ. റാഫി പോയിരുന്നു. നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. അപ്പൊ എല്ലാവരും കൂടല്ലേ? അമ്മ ഒരു ക്ഷീണമുണ്ട്. ഞാൻ വളരെ യാത്ര പോകുമ്പോൾ വിളക്ക് കൊളുത്തി നെറ്റിയിൽ ചന്ദനക്കുറിയത്തേത് കാണുന്നത്. അത് അമ്മയുടെ ഒരു സന്തോഷം, അത് എനിക്കും ഒരു സന്തോഷം. അതായത് നമ്മൾ വിളക്കത്തേക്കാണ് ഈ ചന്ദനമൊക്കെ നിറയത്തിട്ട് അതേ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ നാഷണൽ ഹൈവേ ഒഴിവാക്കി പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം നാഷണൽ ഹൈവേയിൽ നല്ല തിരക്കാണ്. തിരക്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഈ ഒരു വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര കുരക്കാണ്. തിരയുന്ന ഒഴിവാക്കി പോകാൻ ഇങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകളും നമുക്ക് കണ്ടുകൊണ്ട് പോകാമല്ലോ. ബൈ റൂട്ട് ചൂസ് ചെയ്തിട്ടും നല്ല തിരക്കുണ്ട്. സ്കൂൾ ടൈമൊക്കെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അതായത് സ്കൂളിലേക്ക് പോകാനുള്ള ധൃതിയാണ് എല്ലാവർക്കും. ഓഫീസ് ടൈമായി വരികയാണല്ലോ. നമുക്ക് നമ്മുടെ പ്രോപ്പറേറ്റായിട്ട് നിൽക്കുന്നത് 3 മാസം വരെയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഒന്ന് ലേറ്റായതൊരു 40 മിനിറ്റ് വെറുതെ താമസപ്പെട്ടു. 2 മണിക്കൂർ പറ്റണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ രസമല്ലേ, ഇതൊക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ട്. തെറ്റുകൾ പറ്റിയാലില്ല, നമുക്ക് ശരിക്കും പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ MC റോഡ് വഴി ചവിട്ടി വിടുകയാണ്. കൊണ്ടൈവന്ന് എത്താന്ന് വിചാരിക്കുന്നു. MC റോഡ് രസമാണ്. തിരുവനന്തപുരം സ്റ്റേറ്റ് ഹൈവേ ആയതുകൊണ്ട് വലിയ കട്ടറോ ഒന്നുമില്ല. അപ്പൊ ഇതാകുമ്പോ തെളിവായി അമ്മയുടെ കിട്ടുകയും ചെയ്യും. നാളെ ചുമ വരുമല്ലോ. നമ്മൾ പപ്സ് എടുത്തു, പൊട്ടിച്ചു. ഡെലീഷ്യസ് പപ്സ്. ഇത് നിങ്ങളുടെ നടക്കൂ. ട്രൈ നെവർ ഫെയിൽ. ഒരു പപ്സിന് എങ്ങനെയും കഴിക്കാം. രാവിലെ കഴിയുന്നതും ആഹാരം കുറച്ച് കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങാറ്. അതുകൊണ്ട് പതിയെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിക്കും. നമ്മൾ എറണാകുളത്തി എറണാകുളത്തിൻ്റെ ലാൻഡ്മാർക്കായ മെട്രോയും കണ്ടു. മെട്രോ ഒരു വലിയ മാറ്റമാണ് എറണാകുളത്തിൻ്റെ ജീവിതത്തിൽ, എറണാകുളത്തെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. നടക്കേണ്ട അന്ന് കരുതിയ ഒന്നിനെ മെട്രോമാൻ നടത്തിയതാണ് കണ്ടത്. നമ്മളങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തി. എൻ്റെ ഫ്രണ്ട് വീണയുടെ വീട് ഇവിടെ നിന്നാണ് എനിക്ക് എൻ്റെ പ്രധാനപ്പെട്ട 2 കാഴ്ചകളിലേക്ക് പോകുന്നത്. കോട്ടപ്പുറം കോട്ട, പിന്നെ മുസ്ലിംസ്. അതിന് മുമ്പ് ഇയാൾക്ക് ഏതൊരു റാം ഉണ്ടാക്കിയിരുന്നു. വീട്ടിലേക്ക് വീട് വെച്ചിട്ട് ആരെയായിട്ടാണ് റാം ഉണ്ടാക്കുന്നത്. അപ്പോൾ റാമ്പിലൊന്ന് കയറണം, റാം ഒന്ന് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ചെറിയ ഓണസമ്മാനം കൊടുക്കണം. അതൊക്കെ ഒരു യാത്ര ഭാഗമാണ്. സൗഹൃദം തന്നെ നമ്മളെയൊക്കെ ഏറ്റവും വലുപ്പുന്നതാക്കി മാറ്റുന്നത്. ഇത് വീണ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എൻ്റേത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്ന ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒന്നാണ് വീണ. ഇപ്പം വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തു, ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തു. അതൊക്കെ കാണുകയാണ്. അപ്പോൾ കഴിച്ച കുറച്ച് വേസ്റ്റുകളൊക്കെ ഏറെ കൊടുത്ത് ഏറെ ഡിസ്പോസ് ചെയ്യാൻ
ഞാൻ പുതുക്കോട്ടിലെത്തി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഫ്രണ്ട് ഹായ് ഫ്രണ്ട് ഒരു ഹായ് വരൂ. ഞങ്ങൾ പാലം കഴിഞ്ഞ് ഞങ്ങൾ മീനച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുന്ന കാര്യം ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ഏകദേശം 7 മണിക്കൂർ എത്തും. ചെറുതായിട്ടൊക്കെ വഴി കിട്ടി. അതിന് ഭക്ഷണം മുമ്പിലോട്ടിടമേ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങൾ. ബിരിയാണികൾ നിരത്തി വെച്ചേക്കുന്നു. നമ്മളങ്ങനെ വീണ സുമതിക്ക് നമ്മളങ്ങനെ വസ്ത്രം കൊടുത്തിരിക്കുന്നു. ഇത് ക്രീമാണല്ലോ. അല്ല ഇത് ക്രീം പോലെ ഞാൻ ലൈറ്റ് കളേഴ്സ് ഉദ്ദേശിച്ചത്. നന്നായിട്ട് വിശക്കുന്നു. ഇനി തന്നെ കഴിക്കണം. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നേരെ ഫുഡ് കഴിക്കുകയാണ്. എന്ത് മനോഹരമായ ആചാരം. ബിരിയാണി എന്താണ് പാവം ചെയ്തത്. ആ ചെക്കനോടൊന്ന് പറ നോക്കൂ. എന്താണ് എന്താ എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ചായ ചൂട് ചായ ഊതി കുടിക്കാനേ ഒന്നുകൂടി ഊതിയിട്ട് കുടിക്കും. ഒന്നുകൂടി ഊതി കുടിക്കും. മെൻഷൻ ചെയ്യണം കേട്ടോ. വൈറലാകണ്ടേ. ഞാനിന്ന് ചായയോട് പറഞ്ഞു എനിക്കിന്ന് ചായ കുടിക്കാൻ പോലും നേരമില്ല എന്ന്. ചായ അപ്പോൾ എന്നോട് പറഞ്ഞു അല്പസമയം എനിക്കായി മാറ്റി വെക്കൂ നീ. ഇവിടെ ചായക്ക എൻ്റെ നമുക്ക് ചായക്ക് നല്ല ഫാൻസ് ഉണ്ട് ഇവിടെ. നമ്മളെ കോട്ടപ്പുറം കോട്ട കാണാൻ പോവുകയാണ്. ടിപ്പുവിന്റെ കോട്ട എന്ന് പറയാം, പോർച്ചുഗീസുകാരുടെ കോട്ട എന്ന് പറയാം. ഇവിടെ നിന്നിട്ടാണ് പോർച്ചുഗീസുകാരെ ഇങ്ങനെ പോർച്ചുഗീസുകാരുടെ കോട്ട, ടിപ്പുവിന്റെ കോട്ട, കൊടുങ്ങല്ലൂർ കോട്ട എന്നൊക്കെ വിശേഷമുള്ള പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ പ്രമുഖമായ 3 കോട്ടകൾ ഒന്നാണ്. ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചില ചരിത്രാവശേഷിപ്പുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇന്ന് കൊടുങ്ങല്ലൂർ മുസ്ലിംസ് ഭാഗത്ത് വരുന്നവരുടെ ഒരു ഫോട്ടോഗ്രാഫി സ്പേസ് കൂടിയാണത്. എന്നാൽ നമുക്ക് മുസ്ലിംസ് ഫോട്ടോ കാണാം. ഒപ്പം കുറച്ച് ചരിത്രവും പറയാം. എന്തോ നമുക്ക് ചരിത്രത്തോട് അത്ര ഒരു താല്പര്യം പൊതുവെ കാണാത്തത് കുറച്ചൊക്കെ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒന്നാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ പോർച്ചുഗീസുകാരെ അവരുടെ ഭരണം അടിയുറപ്പിക്കുന്നതിന് കാരണമായ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇവിടെ നിന്നിട്ടാണ് പോർച്ചുഗീസുകാരെ കേരളത്തിലേക്ക് മുഴുവൻ അവരുടെ ഭരണം എത്തിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയാം. നമ്മളൊരു 5-6 മണിയായി ഇവിടേക്ക് എത്തിയപ്പോഴേ അറിയുന്ന ഇത് കാണാൻ പറ്റും. നല്ല രസമാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ പരിസരം സൂക്ഷിച്ചുകൊണ്ട് ഒരു കായലിൻ്റെ അടുത്താണ് കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ കുറച്ച് സ്റ്റോക്ക് ഇമേജസ് ഞാൻ നോക്കിയിരുന്നു കൊണ്ടുവരാൻ പറ്റുമെന്ന്. പക്ഷേ മോളിൽ നിന്നുള്ള ഇമേജസ് ഒക്കെ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളുകൊണ്ട് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുന്നത്. തൃപ്തരാകാം. എന്ത് ഭംഗിയാണ് നോക്കി. വെറുതെയാണോ നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വെക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്നതാണ് കോട്ടപ്പുറം കോട്ട, അല്ലെങ്കിൽ മുസ്ലിംസ് കോട്ട, അതും അല്ലെങ്കിൽ പോർച്ചുഗീസ് കോട്ട എന്നറിയപ്പെടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 3 മിനിറ്റ് വൈകി. അതുകൊണ്ട് ഗേറ്റ് ലോക്കായിരുന്നു. സോ അത് കയറാൻ പറ്റില്ല. നല്ല വിഷമമുണ്ട്. അത്രയും ദൂരം വന്നിട്ട് ചരിത്രത്തിൻ്റെ ഒരുപാട് സ്പന്ദനങ്ങൾ ഉള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റാതെ പോയത്. എന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട
സബ്സ്ക്രൈബേഴ്സിന് ഒരു വാക്ക് പറയാണ്. ഒന്ന് വീണ്ടും ഇവിടെ വരും. ഇതിനകം മുഴുവൻ കയറി ഇറങ്ങി നന്നായിട്ട് ഷൂട്ട് ചെയ്യും. ഒപ്പം എൻ്റെ ഒരു വിശദമായ ചരിത്രത്തിൻ്റെ വിവരണവും ഉണ്ടാവും. നന്ദി വേറെ മുസ്ലിംസൊക്കെ വേണം. മുസ്ലിംസ് ശരിക്കും കേരളത്തിൻ്റെ വാണിജ്യ കേന്ദ്രം എന്ന് പറയാവുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ശേഷം ഒന്നാം നൂറ്റാണ്ട് തൊട്ട് ചില രാജാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ അവർ പ്രമുഖ കച്ചവട കേന്ദ്രമാക്കിയിരുന്ന ഒന്ന്. ചിലർ പറയുന്നുണ്ട് ഈ പറവൂര് വളപട്ടണം ഭാഗമാണ് മുസ്ലിംസിന്റെ കേന്ദ്രം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കൊടുങ്ങല്ലൂർ ഭാഗമാണ് പിന്നെ ഈ മുസ്ലിംസിന്റെ പ്രധാന കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ചേര രാജാക്കന്മാര് ഇവിടെ നിന്ന് മക്കയിൽ പോയി അവിടെ ഇസ്ലാം സ്വീകരിച്ച കഥകൾ വരെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പറയുന്ന വായിക്കാം. അത്രയും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമാണ്. ഗ്രീക്ക് ലിപികൾ, ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ വരെ മുസ്ലിംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യം ഭാഗമാണ് പിന്നെ ഈ മുസ്ലിംസിന്റെ പ്രധാന കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ചേര രാജാക്കന്മാര് ഇവിടെ നിന്ന് മക്കയിൽ പോയി അവിടെ ഇസ്ലാം സ്വീകരിച്ച കഥകൾ വരെ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പറയുന്ന വായിക്കാം. അത്രയും വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമാണ്. ഗ്രീക്ക് ലിപികൾ, ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ വരെ മുസ്ലിംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, ഈ നാട് ലോകവുമായിട്ട് എത്രമാത്രം കണക്റ്റഡ് ആയിരുന്നു എന്നൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ ശരിക്കും നമ്മൾ അത്രയും ചിന്തകളുമായിട്ട് പോകുന്നില്ല എന്നത് ഏറ്റവും സങ്കടകരമാണ്. ഇവിടെ കണ്ടിരിക്കുന്ന എത്ര പേർ, ഇദ്ദേഹം എത്ര പേർ അത്ര സമ്പന്നമായ പൈതൃകത്തെ ഓർക്കുന്നുണ്ട്, സമ്പന്നമായ ആ ചരിത്രത്തെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ. അപ്പൊ നമ്മള് കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇത് നേരെ കൊണ്ട് ഒരു 1:30-2 മണിയാകും എന്തായാലും. അപ്പൊ നമുക്ക് പതിയെ ഡ്രൈവ് ചെയ്ത് പാട്ട് പാടി വർത്തമാനം പറഞ്ഞ് എറണാകുളത്തെ കുറച്ച് സുഖകരമായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ഇവിടെ ഒരു 3D ഫോണുണ്ട്, ഡിജിറ്റൽ ഫോണുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയാതൊക്കെയാണ് പറയുന്നത്. കാരണം പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, അത് വായിച്ചിട്ടില്ല. കാരണം ടെക്നോളജി എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത് കൊണ്ട്. പിന്നെ കുട്ടികളെ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് അന്നേരം ഒരു പറഞ്ഞു ഇരുന്നു. അമ്മ എടുത്ത് പറയാ സുളിയേക്കാര അമ്മ പറഞ്ഞ് ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോമാര് എറണാകുളം മാതൃകയുടെ കേന്ദ്രമാണ്. ഏറ്റവും അധികം ഞങ്ങളെ ശരിക്കും ട്രബിൾ ചെയ്യുന്ന സ്പേസാണ് ഈ ഒരു ടോപ്പാസ് ആണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് മോഡിഫൈ ചെയ്ത് വഹിക്കുന്നതൊക്കെ പിന്നെ നമുക്ക് പിന്നെ ടോൺ കൊടുക്കണ്ട. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന ഇത് ടോൺ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ പക്ഷെ യാതൊരു ധാരണയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവർ സമ്മതിക്കുന്ന മാക്സിമം പിരിയുന്നു. എനിക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് ഇവര് ഇത് മനസ്സിലാക്കുന്നതെന്നാണ് കൊണ്ടത്. സോ നമ്മൾ വണ്ടി തുറന്ന് നമ്മൾ ഡിസേബിൾഡ് ആണ്, നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവര് നമ്മളെ ടോൺ ഓപ്പൺ ചെയ്ത് തരുന്നത്. ഇത് നമ്മുടെ അവകാശമല്ലേ. ഒരു ഡിസേബിൾഡ് പേഴ്സണ് ഇന്ത്യ ഗവൺമെന്റ് തരുന്ന റൈറ്റാണ് ടൂണ് കൊടുക്കാതെ യാത്രയാണ് അവകാശം. വീൽ ചെയർ ആക്സിബിൾ കാർ. സമയം 2:30 ഇവിടുത്തെ ഒരു ഫേമസ് ആയ ജ്യൂസ് പറയാൻ ഈ അടുത്തൊരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു. 3:30-4 മണി നല്ല തിരക്കാണ്. ഇവിടെ ട്രാഫിക്ക് ജ്യൂസ് കുടിക്കണം. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 10 മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക്. നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാല് നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഏകദേശം നമുക്കൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ജ്യൂസ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ,
ഇപ്പം സമയം 2:30 2:30 1:45 അപ്പം എന്നിട്ടും നമുക്ക് കിട്ടിയില്ല, ജ്യൂസ് കിട്ടിയാൽ കഴിയും. അങ്ങനെ വീടെത്തി. ഇത്രയൊക്കെ കാണാൻ പോവുകയാണ്. അമ്മ ലൈറ്റൊക്കെ ഓൺ ചെയ്തു. സമയത്ത് ഇറങ്ങി വരും. അന്നത്തെ ദൂരത്തിൽ ഉറപ്പാണ്. പ്രതീക്ഷയിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് വണ്ടിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. സമയം ഏകദേശം 2:45. സോ ഇതുവരെ വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മണി അടിക്കണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.